എല്ലാവർക്കും നമസ്കാരം. ഒരു 5 വർഷം 6 വർഷം മുമ്പൊക്കെ ചൈന അമേരിക്കയെ മറികടന്ന് മുന്നോട്ട് പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ പരിഹസിച്ചൊക്കെ കമന്റ് ഇട്ടിരുന്നത് ഓർക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു 4-5 വർഷം മുമ്പെയാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുക. പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾ സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും നമ്മൾ വേറെ വിഷയം പിടിച്ചിട്ടുണ്ടാകും. ഇന്നൊരാള് ചൈന അമേരിക്കയേക്കാൾ മികച്ചതാണ് എന്ന് പറഞ്ഞാൽ അയാളെ ആരും പരിഹസിക്കാനായിട്ട് സാധ്യതയില്ല. കാരണം എല്ലാവർക്കും അറിയാം ഇന്ന് ചൈന എവിടെയാണ് നിൽക്കുന്നത് എന്ന്. ആ ഒരു സാഹചര്യത്തിലാണ് ഭാവിയിൽ ചൈന പോലെ വളരാൻ ഇന്ത്യക്ക് സാധ്യതയുണ്ടോ? ഇന്ത്യ ചൈനയെ മറികടക്കാൻ സാധ്യതയുണ്ടോ? ചൈന വളർന്നു തുടങ്ങുന്ന സമയത്ത് ചൈനക്കാർ അമേരിക്കയെ നോക്കിയിട്ട് അമേരിക്ക പോലെയൊന്നും നമ്മളാകാനായിട്ട് ഒരു സാധ്യതയുമില്ല, ചൈന എവിടെ കിടക്കുന്നു, അമേരിക്ക എവിടെ കിടക്കുന്നു എന്ന് ചിന്തിച്ചിരുന്നെങ്കിലോ എന്ന് പറയുന്നത് പോലെ ഇന്ന് നമ്മൾ ചൈനയെ നോക്കിയിട്ട് ചൈനീസ് സമ്പദ് വ്യവസ്ഥ ഇത്ര വലുതാണ് നമ്മളുടേതിനേക്കാൾ കൂടുതൽ, ഇന്ത്യയിൽ കൊള്ളാവുന്ന ഒരു നഗരം പോലും ഇല്ല, ചൈനയിലെ സിറ്റികളൊക്കെ അവർ തമ്മിൽ മത്സരമാണെന്ന് പറയാം. അങ്ങനെയുള്ള ഇന്ത്യ എങ്ങനെയാണ് ചൈനയേക്കാൾ മുന്നിലെത്തുക എന്നൊക്കെ നമുക്ക് സംശയം തോന്നിയേക്കാം. ഇങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് ഉള്ളപ്പോൾ തന്നെ ഇന്ത്യയുടെ വലിയ കുറവുകൾ, പോരായ്മകൾ, തീർച്ചയായിട്ടും ഇവിടെ പരിഹരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒരു കഥ പോലെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. അതായത് ഇന്ത്യ ചൈന ഈ രണ്ട് രാജ്യങ്ങളെ രണ്ട് സുഹൃത്തുക്കളായിട്ട് സങ്കല്പിക്കുക. ഇവർ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാണ്, ഒരേ സമയത്ത് പഠിച്ചിറങ്ങിയവരാണ്, രണ്ടുപേർക്കും പഠിക്കാനുള്ള കഴിവൊക്കെ ഒരേപോലെ ആയിരുന്നു എന്ന് കരുതുക. എന്നാൽ ഒരാൾ പഠിച്ച IAS എടുത്തപ്പോൾ മറ്റേ ആൾക്ക് അയാൾ മോശമൊന്നുമല്ല, അയാൾ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരെ എത്താനായിട്ട് സാധിച്ചുള്ളൂ. ഈ പറയുന്നത് പോലെയാണ് ഇന്ത്യയുടെയും ചൈനയുടെയും കാര്യം. ഇന്ത്യക്ക് ശേഷമാണ് ചൈനയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 1960, 70, 80 വരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയെക്കാൾ ദരിദ്രമായിട്ട് കിടന്നിരുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയാം. രണ്ട് രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ GDP എങ്ങനെയാണ് പോയത് എന്ന് നോക്കിയാൽ ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ ഒരു 80കൾക്കൊക്കെ ശേഷം ചൈന ഒരു പോക്ക് പോകാൻ തുടങ്ങിയത് ഇന്ത്യയെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറയാം. അതൊന്നും ആ കാലത്ത് ഇന്ത്യയിൽ വാർത്തയൊന്നും ആകുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവര് ചില അടിസ്ഥാന കാര്യങ്ങൾ മാറ്റുകയായിരുന്നു. പിന്നീട് ഒരു 2000 അല്ലെങ്കിൽ 2005 വർഷത്തിന് ശേഷം ചൈന പോയതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. നമുക്കത് USA ഒക്കെ ആയിട്ടേ കമ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയെ ബഹുദൂരം പിന്നിലാക്കി ചൈന പോയ ഒരു പോക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 30-40 വർഷം കൊണ്ട് ചൈനയിൽ നടന്നതുപോലെയുള്ള അത്ഭുതം ലോക ചരിത്രത്തില്, മനുഷ്യന്റെ ചരിത്രത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഇത്രയും കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിന് ഇതുപോലെ ആകാൻ കഴിയുമോ എന്ന് ലോകം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞ ഒരു സമയം. ചൈന ആ വളർച്ച വീണ്ടും തുടരുകയാണ് എന്ന് പറയാം. 2028ഓടെ ഇന്ത്യ ചൈനയ്ക്ക് തൊട്ടുപുറകിലായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകും എന്നാണ് കരുതപ്പെടുന്നത്. രാജ്യത്തിന്റെ ഈ വളർച്ചയ്ക്കൊപ്പം നിങ്ങൾക്കും വളരാനുള്ള അവസരമുണ്ട് എന്ന് തിരിച്ചറിയണം. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ നല്ല നിക്ഷേപങ്ങൾ ആരംഭിക്കണം. പക്ഷേ അങ്ങനെ മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുമ്പോൾ പലരുടെയും പേടി എന്താണ്? നിക്ഷേപിച്ച പണം നഷ്ടപ്പെടുമോ, ലഭിക്കുന്ന ലാഭത്തിന് വലിയ നികുതി കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെയാണ്. അത്തരക്കാർക്കായി ഇപ്പോൾ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയി, അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം മെച്യൂരിറ്റിയിൽ 1 രൂപ പോലും നഷ്ടപ്പെടാതെ എന്നാൽ മാർക്കറ്റിനൊപ്പം വളരാനുള്ള ഒരവസരം ആക്സിസ് മാക്സ് ലൈഫ് ഒരുക്കുന്നുണ്ട്. അവരുടെ പുതിയ NFO BSE 500 വാല്യൂ 50 ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ആയിട്ടുണ്ട്. ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 7 വർഷങ്ങളിലായി 22.4% CAGR റിട്ടേൺസും കഴിഞ്ഞ 5 വർഷങ്ങളിലായി 41.4% CAGR റിട്ടേൺസുമാണ് നൽകിയിട്ടുള്ളത്. ബാങ്കിലൊക്കെ 5 അല്ലെങ്കിൽ 6% റിട്ടേൺ ഒക്കെ ലഭിക്കുന്ന സ്ഥാനത്ത് ഇവിടെ അതിലും എത്രയോ മടങ്ങാണ് റിട്ടേൺസ് എന്ന് നോക്കുക. ഇതേ ഇൻഡെക്സിനെയാണ് ആക്സിസ് മാക്സ് ലൈഫ് ഈ NFOയിലൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ NFOയിൽ ഈ വരുന്ന ഓഗസ്റ്റ് 10-ാം തീയതി വരെ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുള്ളൂ. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ്. നിങ്ങൾ ഈ NFOയിൽ നിക്ഷേപിക്കുന്ന പണം മാർക്കറ്റിലുള്ള അണ്ടർ വാല്യൂഡായ 50ഓളം സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. പിന്നീട് ഈ സ്റ്റോക്കുകളുടെ വാല്യൂ കൂടുമ്പോൾ അത് വിൽക്കുന്നു. അങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാകുന്നു. ഇവിടെ NAV വില 10 രൂപയാണ്. നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ തുക വേണമെങ്കിലും ഈ NFOയിൽ നിക്ഷേപിക്കാം. നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവറും ഇതിനോടൊപ്പം ലഭിക്കും. വർഷത്തിൽ 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാകില്ല. NRI ഒക്കെ ആയിട്ടുള്ള ആളുകൾ പ്രതിമാസം 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ 2 കോടിയുടെ വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട,
മറക്കണ്ട, ഈ NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 10 ഇനി 5 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താലും മലയാളത്തിൽ തന്നെ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിക്ഷേപിക്കുവാനും സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിനുവേണ്ടി അവരുടെ ഏജന്റ് നേരിട്ട് വീട്ടിലെത്തി നിങ്ങളോട് സംസാരിക്കും. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതൽ ഇന്ന് വരെയുള്ള സമയത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ളതും വലിയ മാറ്റങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാം പ്രസക്തി പോലും നഷ്ടപ്പെടുകയാണ്. ലോകത്ത് ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. ചൈനയിൽ 19 ദിവസം കൊണ്ടാണ് 57 നിലയുള്ള ഒരു കെട്ടിടം അവർ ഈയിടെ പണിത് റെക്കോർഡ് സ്ഥാപിച്ചത്. സയൻസും ടെക്നോളജിയും ഒക്കെ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. AI പോലെയുള്ള റോബോട്ടിക്സ് പോലെയുള്ള കാര്യങ്ങൾ വരുന്നു. അങ്ങനെയെങ്കിൽ ചൈനയ്ക്ക് കഴിഞ്ഞ 10-40 വർഷം കൊണ്ട് നേടിയ ഒരു പുരോഗതി അല്ലെങ്കിൽ അതിലധികം അടുത്ത ഒരു 15-20 വർഷം കൊണ്ട് ഇന്ത്യക്ക് നേടാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ചൈനയെ അപേക്ഷിച്ച് ഇന്ത്യക്ക് പ്രധാന വെല്ലുവിളികളായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം പറയാം. ഒന്നാമത് പറയേണ്ടത് മതമാണ്. ചൈനയിൽ മതമില്ല എന്ന് ആരും കരുതണ്ട. ചൈനയിൽ മതങ്ങളുണ്ട്, മതസ്വാതന്ത്ര്യവുമുണ്ട്. ചൈനയിൽ ഇന്ത്യയിൽ ഉള്ളതുപോലെ അത്ര തീവ്രമൊന്നും അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു സൈഡായിട്ട് നടക്കും. പക്ഷേ അവിടെ എല്ലാ മതങ്ങളെയും ഗവൺമെന്റ് കൺട്രോളിൽ നിർത്തുന്നു എന്നുള്ളതാണ്. ഗവൺമെന്റ് പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കും. വലിയൊരു മണി പവർ ആകാനായിട്ട് ഈ മതങ്ങളെ ചൈനയിൽ അനുവദിക്കുന്നില്ല. അവിടെയാണ് പോയിന്റ്. നേരെ മറിച്ച് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യയിൽ ഭരിക്കുന്ന പാർട്ടികളെയും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഭരണത്തെ പോലും യഥാർത്ഥത്തിൽ മതങ്ങളാണ് സ്വാധീനിക്കുന്നത്. മതങ്ങളാണ് വരച്ച വരയിൽ നിർത്തുന്നത് എന്ന് പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളും കൂടിയാണ് പല മതങ്ങളും അല്ലെങ്കിൽ അവയുടെ സംഘടനകളും ഒക്കെ. ഇതാണ് ഇന്ത്യയെ ഏറ്റവും അധികം പുറകോട്ടടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടില്ല. കാരണം അല്ലാതെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയും ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസിയും നിയമങ്ങളും കോടതികളും ഒക്കെ വളരെ സങ്കീർണമാണ്. അതെല്ലാം വീണ്ടും ഊരാക്കുടുക്കാക്കുന്ന വളരെ കോംപ്ലക്സ് ആക്കുന്ന ഒരു പ്രധാന ചേരുവയാണ് ഈ മതങ്ങൾ എന്ന് പറയാം. ഇന്ത്യയിൽ കുറെ അധികം പോയിന്റുകൾ പറയാനുള്ളത് കൊണ്ട് നമ്മളിത് ഇവിടം കൊണ്ട് നിർത്തുകയാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സോഷ്യലിസമാണ്. ഇത് വളരെ വിരോധാഭാസമാണ്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറയുന്ന ചൈനയില് സോഷ്യലിസം ഇല്ല, ഇന്ത്യയിൽ സോഷ്യലിസം ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ടത്തരമായിട്ട് ആളുകൾക്ക് തോന്നാം. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭരണത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഏറ്റവും മുകളിലുള്ള കുറെ നേതാക്കന്മാരുടെ കാര്യത്തിൽ മാത്രമാണ് അവിടെ കമ്മ്യൂണിസം ഉള്ളത് എന്ന് പറയാം. അത് കമ്മ്യൂണിസം ആണോ എന്ന് ചോദിച്ചാൽ അല്ല. സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നത് പോലെയോ അല്ലെങ്കിൽ നോർത്ത് കൊറിയയിൽ ഇപ്പോൾ ഉള്ളതോ ഒക്കെയാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം. അങ്ങനെ നോക്കിയാൽ ചൈനയിൽ ഉള്ളത് കമ്മ്യൂണിസം അല്ല ഭരണത്തിൽ പോലും. എന്നാൽ സാമ്പത്തികമായിട്ട് അതൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ് ചൈന. 79 വന്ന ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഇതിനൊക്കെ ശേഷം ചൈന ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ്. അതുകൊണ്ടാണ് ചൈന രക്ഷപ്പെട്ടതും. നമ്മളൊരു പച്ചക്കുതിരയെ നോക്കിയിട്ട് അതൊരു കുതിരയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്ന് പറയുന്നത് പോലെയാണ് ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് എന്ന് പറയുമ്പോൾ. അല്ലാതെ ഇവിടെ ചിലർ പറയുന്നത് പോലെ കമ്മ്യൂണിസത്തിന്റെ ഗുണം കൊണ്ടാണ് ചൈന ഇങ്ങനെ ആയത് എന്ന് പറയാൻ സാധിക്കില്ല. കമ്മ്യൂണിസം ചൈനയിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ചൈന ഗതി പിടിക്കില്ലായിരുന്നു, ഇന്ത്യയേക്കാൾ മോശമായിട്ട് കിടക്കുമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊരു മിക്സഡ് എക്കണോമി ആണ് എന്ന് പറയുമെങ്കിൽ പോലും ഇവിടെ ചൈനയിൽ വന്ന വലിയ മാറ്റം, ചൈനയിൽ 79-80കളിൽ വന്നത് ഇവിടെ 90-91 വരുന്നത്. LPG, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ഒക്കെ PV നരസിംഹറാവുവിന്റെ സമയത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന ധനകാര്യമന്ത്രിയാണ്. അവരാണ് ഇന്ത്യയിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടതെങ്കിലും ചൈനയിൽ ആ വണ്ടി ഓടിയതുപോലെ ഇന്ത്യയിൽ ഇപ്പോഴും ഓടുന്നില്ല എന്ന് പറയാം. കാരണം ഇവിടെ ഇപ്പോഴും സോഷ്യലിസം നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ പ്രധാന പ്രശ്നം നമ്മുടെ ബ്യൂറോക്രസി തന്നെയാണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ലോ ആയിട്ടുള്ള ബ്യൂറോക്രസിയാണ് എന്ന് പറയാം. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം. മിഥുനം പോലെയുള്ള സിനിമകളിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു ലൈസൻസ് കിട്ടാൻ ഉദ്യോഗസ്ഥരുടെ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങി, രാഷ്ട്രീയക്കാരുടെ ശല്യങ്ങൾ തുടങ്ങി, നമ്മുടെ പഴയ സിനിമകളൊക്കെ കണ്ടാൽ മനസ്സിലാകുമല്ലോ. നേരെ മറിച്ച് ചൈനയിൽ എങ്ങനെയാണ്? അവിടെ അഴിമതിക്കോ ഏതെങ്കിലും ഒക്കെ കാര്യങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ മുഖം നോക്കാതെയുള്ള നടപടിയാണ്. അത് ഉദ്യോഗസ്ഥനാണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും എത്ര തലപ്പത്തുള്ള ആളാണെങ്കിലും. ചൈനയിൽ നടന്ന ഒരു വലിയ ശുദ്ധീകരണമൊക്കെ പലരും ഓർക്കുന്നുണ്ടാകും. ഏറ്റവും തലപ്പത്തുണ്ടായിരുന്ന നേതാക്കന്മാരെ പോലും ജയിലിൽ അടച്ചു, ചിലരെയൊക്കെ വധിച്ചു. അഴിമതി കാണിച്ചാൽ ഇങ്ങനെയാണ്. ഇന്ത്യയിലാകട്ടെ അഴിമതി മാത്രമല്ല പ്രധാന പ്രശ്നം, ഇതിന്റെ എല്ലാം സങ്കീർണത. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെയധികം വൈകുന്നു, ഒന്നും ഒരു തീരുമാനമാകാത്ത അവസ്ഥ. നാലാമത്തെ പ്രധാന പ്രശ്നം നമ്മുടെ നിയമങ്ങൾ, കോടതികൾ തന്നെയാണ്. കോടിക്കണക്കിന് കേസുകളാണ് ഇന്ത്യയിൽ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നത്. അത് സാധാരണക്കാരുടെ അല്ലെങ്കിൽ സിവിൽ കേസുകളോ ഒന്നും മാത്രമല്ല, ഒരു വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദേശത്തുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വന്നവർ പ്രവർത്തിച്ചപ്പോൾ അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ, ഇതൊക്കെ തീരുമാനമാകാതെ ഇങ്ങനെ നീളുകയാണ്.
ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേശത്തു നിന്നുള്ള പലരും ഇവിടെ നിക്ഷേപിക്കാനും ഇവിടെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങാനും മടിക്കും. കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ ഒരു മലയാളിക്ക് എത്ര മടിയുണ്ടോ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളും. ഇപ്പൊ തമിഴ്നാട്, ഗുജറാത്ത്, ആന്ധ്ര, കർണാടക ഈ സ്റ്റേറ്റുകളൊക്കെ വലിയ രീതിയിൽ നയങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോകുമ്പോഴും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ എന്തുകൊണ്ട് ഇപ്പോഴും പുറകിലാകുന്നു? നമ്മുടെ നിയമവ്യവസ്ഥകൾ, കോടതികൾ എന്നൊക്കെ പറയുന്നതിൽ വലിയ പരിഷ്കാരങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് വന്നില്ലെങ്കിൽ ഇന്ത്യക്ക് അതിവേഗത്തിൽ മുന്നേറാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് സാധാരണക്കാർ പൊതുവെ ചിന്തിക്കാത്ത എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണിത്. അഞ്ചാമത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യം പോലെയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇന്നും പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഡൽഹിയിൽ എടുക്കണം, അല്ലെങ്കിൽ വളരെ കേന്ദ്രീകൃതമാണ് പവർ എന്ന് പറയാം. ഇത് കുറെ കൂടെ വിശാലമാക്കി അമേരിക്കയിൽ എങ്ങനെയാണ് ഓരോ സ്റ്റേറ്റുകൾക്കും പ്രത്യേക നിയമങ്ങളും അധികാരങ്ങളും ഒക്കെ ഉള്ളത്, അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകൾക്കും സ്വന്തമായ തീരുമാനങ്ങളും മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരാനായിട്ട് നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്യണം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ തെരുവ് നായ്ക്കളുടെ പ്രശ്നം. ഇന്ത്യയിൽ എന്താണോ നിയമം അതനുസരിച്ച് കേരളത്തിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ ഈ സ്റ്റേറ്റിലെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇവിടെ പ്രശ്നമില്ല, ഇവിടെ അതിന് നല്ല നടപടി എടുക്കും എന്നൊക്കെ തീരുമാനിക്കാൻ ഒരു സംസ്ഥാനത്തിന് അധികാരം വരണം. എല്ലാ മേഖലകളിലും സാമ്പത്തികമാണെങ്കിലും വ്യവസായികമാണെങ്കിലും ഒക്കെ ഈ സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്ക് വരണം. അധികാരം കുറെ കൂടെ വികേന്ദ്രീകൃതമാകണമെന്ന് പറയാം. ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിമിതമായ ലോജിസ്റ്റിക്സ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ, പ്രധാനമായിട്ട് റോഡുകൾ, ഹൈവേകൾ, പോർട്ടുകൾ, ഇതൊക്കെ ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആനയും ആടും പോലെയുള്ള വ്യത്യാസമുണ്ട്. ഒരു കാര്യം പറയേണ്ടത്, ഇപ്പൊ 2014 ശേഷം ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ പണ്ടേ ഈ കാര്യങ്ങളൊക്കെ അല്പമെങ്കിലും ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഇന്ന് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒക്കെ വളരെ മുൻപിലെത്താൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്താണ് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്തു തുടങ്ങിയത്. ബെയ്ജിംഗ് ഒളിമ്പിക്സ് പോലും നടക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ പത്രങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചൈനയിൽ ചില സ്ഥലങ്ങളൊക്കെ കൊള്ളാം, മൊത്തത്തിലെ ദാരിദ്ര്യമാണ് എന്നൊക്കെയുള്ള നമ്മുടെ ഒരു മാധ്യമ ശീലം അറിയാമല്ലോ. ആളുകൾക്ക് എന്താണോ വേണ്ടത്, ഇഷ്ടം എന്താണോ അതാണ് കൊടുക്കുന്നത് പത്രങ്ങളൊക്കെ അന്ന്. ഇന്നും വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ പഴയ കാലത്ത് കുറെ കൂടെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പറയുന്ന ലോക്കൽ വാർത്തകളൊക്കെ മാത്രം ചർച്ച ചെയ്യുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ധർമ്മം. സോഷ്യൽ മീഡിയ വന്നതോടെയാണ് ചൈന എന്താണ്, ലോകം എന്താണ് എന്നൊക്കെ ഇന്ത്യക്കാർ തന്നെ തിരിച്ചറിയുന്നത് എന്ന് പറയാം. ഈ കാലം അത്രയും ചൈന എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അവർ ശരിയാക്കുകയായിരുന്നു. ഏറ്റവും മികച്ച റോഡുകളും ഹൈവേകളും കാര്യങ്ങളും ഒക്കെ അന്ന് റെഡിയാക്കി വെച്ചത് കൊണ്ടാണ് ഇന്ന് ചൈന ഇതുപോലെ നിൽക്കുന്നത്. അതേ കാര്യങ്ങളാണ് ഇന്ന് ഇന്ത്യ ചെയ്യുന്നത്. ഹൈവേകളുടെ വികസനമാണെങ്കിലും പോർട്ടുകളാണെങ്കിലും റെയിൽവേ വഴിയുള്ള ചരക്ക് നീക്കമാണെങ്കിലും ഒക്കെ. ഇന്ത്യയുടെ വമ്പൻ സാധ്യതകളും അതേസമയം അതിന്റെ പോരായ്മകളും പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ യൂത്ത് പോപ്പുലേഷൻ ഇന്ത്യയിലാണ്. ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ. 145 കോടിയോളം പോപ്പുലേഷൻ ഇവിടെ ഉണ്ട്. ഇതിന്റെ പകുതി ആളുകളും 25 വയസ്സിന് താഴെയുള്ളവരാണ്. ഒന്ന് ഓർത്തു നോക്കുക. 35 വയസ്സിന് താഴെയുള്ളവരാണ് 65% ആളുകളും. ഇത്രയും വലിയ യുവജനങ്ങൾ ഉള്ളപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ലോകം കീഴടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മുടെ പോപ്പുലേഷൻ ഭൂരിഭാഗവും ജോലി വൈദഗ്ധ്യം അല്ലെങ്കിൽ തൊഴിൽ നൈപുണ്യം കുറഞ്ഞവരാണ് എന്ന് പറയാം. സ്കിൽഡ് ആയിട്ടുള്ള യൂത്ത് പോപ്പുലേഷൻ അല്ല നമുക്കുള്ളത്. നേരെ മറിച്ച് ചൈനയിലുള്ളവരെന്ന് പറഞ്ഞാൽ അവർക്ക് പല മേഖലകളിലും പണി നന്നായിട്ട് അറിയാം. ഇതാണ് വ്യത്യാസം. ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്, യുവജനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ പണി അറിയാമോ എന്നുള്ളതിലാണ് ചൈന ഇപ്പോഴും ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പൊ ലോകത്ത് ഏത് രാജ്യം എടുത്താലും ഏകദേശം പാതി സ്ത്രീകളും പുരുഷന്മാരും ആയിരിക്കുമല്ലോ. ചൈനയിലെ തൊഴിൽ മേഖലയിലുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ ഉയർന്നതാണ്, അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഒപ്പം തന്നെ നിൽക്കുന്നതാണ് എന്ന് പറയാം. അതൊരു ഫാക്ടറി വർക്ക് ആണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഒരു ഇരട്ടി പവർ ഉണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ വെല്ലുന്ന രീതിയിലാണ് സ്ത്രീകളുടെ തൊഴിൽ മേഖലയിലുള്ള പങ്കാളിത്തം ചൈന ഉറപ്പാക്കുന്നത്. ഇന്ത്യയിൽ ഇതിപ്പോഴും വളരെ മോശമാണ്. കേരളം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാൽ പോലും ഇന്ത്യയിൽ പൊതുവെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കുടുംബിനി, അല്ലെങ്കിൽ വീട്ടിലെ പണികൾ നോക്കിയിരിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിലൊക്കെ പെൺകുട്ടികളാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ നന്നായി പഠിക്കുന്നതും വലിയ ജോലികൾ മേടിക്കുന്നതും എന്നൊക്കെ പറഞ്ഞാലും ഇന്ത്യ മൊത്തത്തിൽ നോക്കുമ്പോൾ സ്ത്രീകളുടെ ഈ പിന്നോക്കാവസ്ഥ രാജ്യ പുരോഗതിയെ തന്നെ പുറകോട്ടടിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് മതങ്ങൾ പലപ്പോഴും സമൂഹത്തെ, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ പുറകോട്ടടിപ്പിക്കുന്നത്. അതിന്റെ കാരണങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന സ്ത്രീകളെ തളച്ചിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും. അതല്ലാതെ നമ്മൾ വെറുതെ മതങ്ങളാണ് ഇന്ത്യയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല. മതങ്ങൾ കൊണ്ട് എന്താണ് പ്രശ്നം എന്നേ അവർ ചിന്തിക്കുകയുള്ളൂ. ഇന്ത്യയും ചൈനയുമായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ നിലവാരമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ചൈനയിൽ ഈ കാണാപ്പാഠം പഠിക്കുക, എങ്ങനെയെങ്കിലും മാർക്ക് മേടിക്കുക, റാങ്ക് മേടിക്കുക എന്നുള്ളൊരു സിസ്റ്റം അല്ല. എല്ലാവരെയും
അത്യാവശ്യം എല്ലാ ജോലികളും തന്നെ ചെറുപ്പത്തിലെ പഠിപ്പിക്കുന്ന രീതിയിൽ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം, ഈ കാര്യങ്ങളൊക്കെയാണ് വളരെ കാര്യമായിട്ട് വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ ജോലികളും ചെയ്യുന്നവരോടൊരു ബഹുമാനം ഉണ്ടാകും. ഏത് അവസ്ഥയിലും അവർക്ക് ജീവിക്കാൻ സാധിക്കും. സമൂഹത്തിൽ ഒരു ശല്യമായിട്ട് അവർ മാറില്ല. അവർ പരിസരം വൃത്തികേടാക്കില്ല. നേരെ മറിച്ച് ഇന്ത്യയിൽ ഇപ്പോഴും പഴയ ഒരു ബ്രിട്ടീഷ് സിസ്റ്റം പോലെ കാണാതെ പഠിക്കുക, മാർക്ക് മേടിക്കുക എന്നുള്ള പഴഞ്ചൻ സംഭവമാണ് ഈ AI യുഗത്തിലും ഇന്ത്യയിൽ നടക്കുന്നത്. ഇന്ത്യയിൽ 100 പേര് പഠിച്ചാൽ നന്നായിട്ട് പഠിക്കുന്നവരിൽ പോലും 100-ൽ ഒരു 50 പേരൊക്കെ പിന്നെയും എന്തെങ്കിലുമൊക്കെ ആകുന്നുള്ളൂ എന്ന് പറയാം. പഠിക്കാത്തവരുടെ കാര്യം പറയുകയും കൂടെ വേണ്ട. നേരെ മറിച്ച് ചൈനയിൽ അങ്ങനെയല്ല. കൊടുക്കുന്ന വിദ്യാഭ്യാസം വഴി എല്ലാവരും തന്നെ അവരവരുടേതായ, ഇന്ത്യയിൽ പണ്ട് ബ്രിട്ടീഷുകാർ അവരുടെ ക്ലർക്കുമാരായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറെ ഇന്ത്യക്കാരെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. ആ പഠനത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞങ്ങൾ പറയുന്നത് അങ്ങ് പഠിച്ചാൽ മതി, കാണാതെ പഠിച്ചാൽ മതി, നിങ്ങൾ ചിന്തിക്കരുത്, ബ്രെയിൻ ഉപയോഗിക്കരുത്. അതും കൂടെ അതിന്റെ ഒരു ഡീപ്പ് സൈഡായിട്ട് ഉണ്ടായിരുന്നു. ഏകദേശം ഇതേ കാര്യമാണ് ഇന്ത്യയിൽ ഇന്നും ഫോളോ ചെയ്യുന്നത് എന്ന് പറയാം. സ്വന്തമായിട്ട് ചിന്തിക്കാനോ ചോദ്യം ചെയ്യാനോ നമ്മളിവിടെ അനുവദിക്കുന്നില്ല. പറയുന്നത് എന്തോ അത് കാണാതെ പഠിക്കുക, അത് ഫോളോ ചെയ്യുക. ഇന്ത്യക്ക് തീർച്ചയായിട്ടും വളരെ വേഗം മാറാനും വളരാനും ഒക്കെ സാധിക്കുമെന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ചിലർക്ക് തമാശയായിട്ട് തോന്നിയേക്കാം. അതായത് നമ്മുടെ UPI അഡോപ്ഷൻ ആണ് എന്ന് പറയാം. ലോകത്തിലെ പല വികസിതമായ രാജ്യങ്ങളിൽ പോലും ഇന്ത്യയിലേതുപോലെ വളരെ നിസ്സാരമായിട്ട് നമ്മളിപ്പോൾ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് UPI പേയ്മെന്റുകളൊക്കെ നടത്തുന്നുണ്ടല്ലോ. അതൊരു ചായക്കടയിലും പെട്രോൾ പമ്പിലും തുടങ്ങി എല്ലായിടത്തും ഇന്ത്യക്കാർ ഈ ഡിജിറ്റൽ പേയ്മെന്റുകൾ ചെയ്യുന്നുണ്ട്. ഇതിന് ജനങ്ങൾ തയ്യാറാവുക, അല്ലെങ്കിൽ സംശയിക്കാതെ ഇത് എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ ഇതിലെന്താണ് ഇത്ര വലിയ കാര്യമെന്ന് ചോദിച്ചാൽ ആളുകളുടെ മെന്റാലിറ്റിയാണ് ഇത് കാണിക്കുന്നത്. പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ ചേഞ്ച് ആകാനുമുള്ള നമ്മുടെ ഒരു മനോഭാവം. പലപ്പോഴും പല കാര്യങ്ങളിലും ഇന്ത്യക്കാർ ഒരു സങ്കുചിതമായ ചിന്തയുള്ളവരാണെന്നൊക്കെ പറയുമ്പോൾ പോലും മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും നല്ല മാറ്റങ്ങൾ വന്നാൽ കാലത്തിനൊത്ത് മാറാനും ഒക്കെ നമുക്ക് സാധിക്കുമെന്നുള്ളതിന്റെ ഒരു സൂചനയാണത്. യൂട്യൂബിലൊക്കെ ഇതുപോലെ പലതും പറയുന്നു. ഇതൊക്കെ സത്യമാണോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായൊരു തെളിവ് നമുക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ വളരുന്ന സ്റ്റാർട്ടപ്പ് സിസ്റ്റംസ് ഒക്കെ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റമായിട്ട് ഇന്ത്യ നിലവിൽ തന്നെ മാറിയിട്ടുണ്ട്. പുതിയ യുവജനങ്ങൾ അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ ഒരുപാട് ഇന്ത്യയിൽ നല്ല രീതിയിൽ വളരുന്നുണ്ട്. ഇത് തന്നെയാണ് ലോകത്തെ ഏതൊരു രാജ്യവും മുന്നോട്ട് കുതിക്കുന്നതിന്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയാം. ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും അധികം വിലമതിക്കുന്ന നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ ഇന്ത്യയിൽ 5 വർഷം കഴിയുമ്പോൾ ഗവൺമെന്റ് മാറാനുള്ള, പാർട്ടി മാറാനുള്ള വലിയ സാധ്യതയുണ്ടെങ്കിൽ ചൈനയിൽ അതില്ല. അവിടെ ഒരൊറ്റ പാർട്ടിയാണ് ഇപ്പോൾ ഉള്ളത്. നല്ല പാർട്ടി ആയതുകൊണ്ട് തന്നെ അവിടെ കാര്യങ്ങളെല്ലാം വളരെയധികം പ്ലാനിങ്ങിൽ പോകും. ഇവിടെ 5 വർഷം 10 വർഷത്തിനപ്പുറമുള്ള വലിയ പദ്ധതികൾ പോലുമില്ല. പക്ഷേ ഇന്ത്യയുടെ വളർച്ചയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കുമൊക്കെ, അല്ലെങ്കിൽ ഇന്ത്യ ചൈന പോലെയൊക്കെ വളരണമെങ്കിൽ നിലവിൽ ഇപ്പൊ ഏത് പാർട്ടിയാണോ ഇരിക്കുന്നത് അവർ തന്നെ ചേഞ്ച് ചെയ്യാതെ ഒരുപാട് വർഷങ്ങൾ തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്നും അവർ തന്നെ നിൽക്കുകയാണെങ്കിൽ അതായിരിക്കും ഭേദം. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക, ജനങ്ങളുടെ പ്രീതി മേടിക്കുക എന്നൊക്കെയുള്ളത് ഒരു അമിത ഭാരം ആകാത്തതുകൊണ്ട് തന്നെ എങ്ങനെയാണോ ഒരു രാജ്യം ഭരിക്കേണ്ടത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ആ ഒരു സ്റ്റേജിൽ ഇന്ത്യയിൽ ഇതുവരെ എത്തിയിട്ടില്ല. നിലവിൽ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ്? ഒരു പാർട്ടി ഇന്ത്യയിൽ എന്തൊക്കെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം, വെള്ളാനകളായിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളൊക്കെ വിറ്റൊഴിക്കുക. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ഇത് ചെയ്തു കഴിയുമ്പോഴേക്കും ഇവിടെയുള്ള കോമൺ മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. എല്ലാം വിറ്റൊഴിവാക്കുന്നു എന്ന് മാത്രമേ പറയുകയുള്ളൂ. അവർ പ്രശ്നമുണ്ടാക്കും. അല്ലെങ്കിൽ മതങ്ങളെ നിയന്ത്രിച്ച് നിർത്തുക. ഇത് ചെയ്തു കഴിഞ്ഞാലും പാർട്ടിക്കെതിരെ വലിയ ജനവികാരം ഉണ്ടാകും. വലിയ വിവരമില്ലാത്ത ഒരു ഭൂരിഭാഗം ജനങ്ങളെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഒരു ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് വരുമ്പോൾ അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം. ചൈനയിൽ അതല്ല. ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓഗസ്റ്റ് 10 വരെയാണ് നിങ്ങൾക്ക് ആക്സിസ് മാക്സ് ലൈഫ് NFOയിൽ നിക്ഷേപിക്കാൻ അവസരം ഉണ്ടാവുക. സമയം കുറവാണ്. ഇനി 5 ദിവസങ്ങൾ കൂടി അവശേഷിക്കുന്നുള്ളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.